അവർ തീരുമാനിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെറുതെ വിട്ടാൽ പറ്റുകയും അവരൊരു തീക്കുണ്ടം തയ്യാറാക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. വലിയ തീക്കുണ്ടം തയ്യാറാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിലേക്ക് എറിയുകയാണ്. അമ്പ് വെച്ചിട്ട് കവട വെച്ചിട്ട് മാനവറുകളെ ആ തീക്കുണ്ടത്തിലേക്ക് എറിയുകയാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീനോടൊരു കൽപ്പന പറയുന്നുണ്ട്, കൽപ്പിക്കുന്നുണ്ട്. യാ നാറു കൂനീ ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടത്തേക്ക് ചൂട് വരാൻ പാടില്ല, അവിടത്തേക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല, തണുപ്പും സമാധാനവുമായി മാറൂ. അംബിയാ മുർസലുകളോട് അള്ളാഹ്ക്ക് പെരുത്തിഷ്ടാണ്. അംബിയാ മുർസലുകളെ തൊട്ടാൽ അള്ളാഹുവിന്റെ സ്വഭാവം മാറും. അള്ളാഹു അവരെ ഇസ്തിഫാ ചെയ്തിരിക്കുകയാണ്. അവർ ഇഖ്തിയാറിന്റെ മഖാമേ അല്ല. അങ്ങനെയുള്ള അംബിയാ മുർസലുകൾ അവർക്ക് പ്രയാസം വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെടും. യാ നാറു കൂനി ബർദൻ വസലാമൻ. തീന്റെ സ്വഭാവം എന്താണ്? ഒരു വസ്തുവിനെ കിട്ടിയാൽ കരിച്ചു കളയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ കെട്ടിയിരുന്ന കയറുകൾ എല്ലാം കത്തി നശിച്ചു പോയി. ഇബ്നു അജീബ് റഹിമഹുല്ലാഹ് എഴുതുകയാണ്, ശരീരത്തിലെ കയറുകൾ എല്ലാം കത്തി നശിച്ചു പോയെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒന്നും പറ്റിയില്ല. മാനവറുകൾ എസിയിൽ കിടക്കുന്ന ഫീലാണ് മാനവറുകൾക്ക് വരുന്നത്. മാനവറുകൾ അവിടെ തനിച്ചല്ലല്ലോ, അതാ മാനവറുകൾ കരിഞ്ഞ് വെണ്ണീറായിട്ടുണ്ടാകും എന്ന് കരുതിക്കൊണ്ട് ആ ഭാഗത്തുള്ള എല്ലാ ആളുകളും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തീ അമർന്ന് അവർ നോക്കുമ്പോഴാണ് അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മലക്കുള്ളിന്റെ മടിയിൽ മാനവറുകൾ തലവെച്ച് കിടക്കുകയാണ്. ചിന്തിച്ചു, നമ്മളായിരുന്നെങ്കിലോ അതിൽ മാനവറുകൾ തല അതാ മലക്കുള്ളിന്റെ ഒരു മലക്കിന്റെ മടിയിൽ വെച്ച് കിടക്കുകയാണ്. ആ മലക്ക് അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖം ഇങ്ങനെ തടവുന്നുണ്ട്. കണ്ടോ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവരോട് ഇഷ്ടമാണ്. അവർക്ക് അല്ലാഹുവിനോട് അതിലും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഖലീലുള്ളാഹ്